ചിന്തിച്ചിരുന്നപ്പോഴാണ് പതിപോലെ ഉള്ള നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേ ഗോതമ്പ് ആട്ട കുഴച്ചെടുത്തു. ഇനി അതിന് കറി ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല മീൻ കറി, അയലക്കറി. അപ്പോഴേ അതും കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോഴേ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ആട്ട കുഴച്ച് മാറ്റി വെച്ചു. അത് ഇവിടെ ഇരുന്ന് നല്ലതായിട്ട് ഒന്ന് മാർദ്ദവമാകട്ടെ, അതിന് ശേഷം ഉണ്ടാക്കാം. അങ്ങനെ ആട്ട കുഴച്ച് ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. ഇനി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഓയിൽ പുരട്ടി ഉണ്ടാക്കി. ഞാൻ കഴിക്കാൻ ഓയിൽ പുരട്ടാതാണ് ഉണ്ടാക്കുന്നത്. ഇത് അമ്മയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കിയാണ്. അമ്മയ്ക്ക് ഓയിൽ പുരട്ടണം, അതാണ് ഇഷ്ടം. അല്ലെങ്കിൽ നെയ്യോ എല്ലാം പുരട്ടി കൊടുക്കണം, അത് അമ്മയ്ക്കിഷ്ടം. ഒരു അമ്മയ്ക്ക് വേണ്ടി കിട്ടിയ സ്പെഷ്യൽ 2 സൈഡും എണ്ണ തേച്ച് ഉണ്ടാക്കിയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടുന്നത്. പക്ഷേ എനിക്കിഷ്ടമല്ല നെയ്യൊക്കെ തേക്കുന്നത്, കാരണം അതിൻ്റെ ഒരു ചൂടോട് കഴിക്കാൻ നല്ലതാണ്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. അപ്പോഴേ ഉണ്ടാക്കിയിട്ട അപ്പോഴേ കറി വെക്കാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറി വെക്കാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എന്താണെന്നറിയാം, തക്കാളിയുടെ ഒരു പീസ് എടുക്കുക, മുഖത്തുരച്ച് ഇടുക. നമുക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് സുഖമായിട്ട് കഴുകാമേ. ഇത്ര നേരം നമ്മുടെ മുഖത്തിരിക്കട്ടെ. നമ്മുടെ മുഖത്തെ പാടുകളെ, കറുത്ത കുത്തുകളെ, പാട് വരാതിരിക്കാൻ, ചുളിവ് മാറാൻ എല്ലാം. കരിമങ്ങല്യം വന്നാൽ പെട്ടെന്ന് കരിമങ്ങല്യം പോകും. ദിവസവും ഇങ്ങനെ കറി വെക്കാൻ നേരം എടുത്ത് ഉരച്ചാൽ മതി. കഴുത്തേലും എല്ലാം തൂത്ത് കൊടുക്കാം. അപ്പോഴേ ഇത് കളഞ്ഞേക്കാം, കറിയിലെങ്ങും വീടരുത്. നീ ബാക്കി കറി വയ്ക്കാൻ പോവുകയാണ്, അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൊരു കറി, എനിക്ക് അമ്മയ്ക്ക് മാത്രം മതി, കുഞ്ഞൊരു കറി. അപ്പം കറി വയ്ക്കാൻ പോകാം. ഇപ്പോഴേ തക്കാളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അമ്മ പറഞ്ഞു തക്കാളിക്കറി ഒന്നും വേണ്ട. ഇപ്പോഴേ തക്കാളി പിന്നെ എന്താ ചെയ്യും, ഞാൻ തക്കാളിക്കകത്തോട്ട് സ്വല്പം പഞ്ചസാര ഇടുകയാണ്. നിങ്ങളൊക്കെ മുഖത്ത് തേക്കാനാണോ? മുഖത്ത് തേക്കാനല്ല, വേറെ കാര്യമില്ല. നിങ്ങളിങ്ങനെ കഴിക്കുമോ? തക്കാളിക്കകത്ത് പഞ്ചസാര ഇട്ട് സൂപ്പർ. അടിപൊളി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, അതുപോലെ അമ്മക്ക് തക്കാളി പിടിക്കാനുള്ള വലിയ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. വല്ലപ്പോഴും കുറച്ച് തക്കാളി മേടിച്ചോണ്ട് വരും, അല്ല സാമ്പാറിൻ്റെ വില ഇടാൻ. ഇപ്പോഴേ തക്കാളി സാമ്പാറിന് ഇടാൻ വരുമ്പോഴേ തക്കാളിപ്പഴം കാണത്തില്ല. ഞങ്ങൾ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. തക്കാളി അന്നത്തെ ഇത് മാറിയിട്ടില്ല. ഇപ്പോഴും ഞാനിത് കഴിക്കില്ല. സൂപ്പറാണ്. ഇങ്ങനെയൊക്കെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. എന്നാന്നേലും ഞാൻ വീഡിയോ ഇട്ടാലേ ഒരു മനുഷ്യക്കുഞ്ഞുങ്ങളും കാണത്തില്ല. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടോ, അല്ലേ? തക്കാളിപ്പഴം കറി വെക്കുന്നത് കാണിക്കാതെ കഴിക്കുന്നത് കാണിക്കാം. അന്നത്തെ
എല്ലാവരും എന്നെ പൊങ്കാലയുടെ അല്ലേ. യോ സത്യം പറഞ്ഞാലുണ്ടല്ലോ, യൂട്യൂബിലുണ്ട് ഈറ്റിംഗ് ചലഞ്ചോ നിങ്ങളൊക്കെ പറഞ്ഞ 1 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തിന്നുക. കാലിയായി പാത്രം. ഇവിടെ കറി വെക്കാനുള്ള തക്കാളിപ്പഴം ഞാനിങ്ങനെ തിന്നു തീർത്തു. അപ്പം ഇന്ന് കറിയുമില്ല, പാചകവുമില്ല, ഒന്നുമില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.